ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുക. ഇന്ന് ഒക്ടോബർ 10. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പ് ന്യൂസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എപ്പോഴും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GK ആണ് അധികവും വരിക. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK സെപ്പറേറ്റ് ആയിട്ട് വേറെ സോഴ്സിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് അഫയേഴ്സിനോടനുബന്ധപ്പെട്ട സ്റ്റാറ്റിക് GK എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പഠിയുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ തുടങ്ങാം. ഫസ്റ്റ് ന്യൂസ്, തേർഡ് ഇന്ത്യ UK എനർജി ഫോർ ഗ്രോത്ത് പാർട്ട്ണർഷിപ്പ് മിനിസ്റ്റീരിയൽ എനർജി ഡയലോഗ്. അപ്പോൾ തേർഡ് എഡിഷൻ ഓഫ് ഇന്ത്യ UK ഫോർ ഗ്രോത്ത് എനർജി ഫോർ ഗ്രോത്ത് പാർട്ട്ണർഷിപ്പ് മിനിസ്റ്റീരിയൽ എനർജി ഡയലോഗ് was co-chaired by Union Minister for Power and New and Renewable Energy from the Indian side and the Secretary of the State for Business, Energy and Industrial Strategy from UK side. അപ്പോൾ ഇന്ത്യൻ സൈഡിലത്തെ എനർജി, പവർ ആൻഡ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്റ്ററും അതേപോലെ UK സൈഡിൻ്റെ സെക്രട്ടറി ഓഫ് ബിസിനസ്, എനർജി ആൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി ആണ് ലീഡ് ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ എഡിഷനാണ് നടന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ കണ്ടക്ട്സ് ഓൾ ഇന്ത്യ ഒഫീഷ്യൽ ലാംഗ്വേജ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ സെമിനാർ. അപ്പോൾ ഓൾ ഇന്ത്യ ഒഫീഷ്യൽ ലാംഗ്വേജ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ സെമിനാർ കണ്ടക്ട് ചെയ്തു DRDO. ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചാന്ദിപൂർ, a premier laboratory of DRDO organized the All India Official Language Scientific and Technical Seminar. Tests and evaluation of defense products, the necessity and achievements was the theme of the seminar. അപ്പോൾ ഈ സെമിനാറിൻ്റെ തീമാണ് ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡിഫൻസ് പ്രോഡക്ട്സ്, ദ നെസസിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അതാണ് ഈ ഒരു സെമിനാറിൻ്റെ തീം ഉണ്ടായിരുന്നത്. അപ്പോൾ DRDO റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് DRDOൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യം നോക്കാം. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ DRDO ഫൗണ്ട് ചെയ്തത് 1958 DRDOൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. DRDO ചെയർമാൻ G. സതീഷ് റെഡ്ഡിയാണ്. ഇനി നെക്സ്റ്റ് ന്യൂസ്, വാലിഡിക്ടറി ഫംഗ്ഷൻ ഓഫ് 67th വൈൽഡ് ലൈഫ് വീക്ക് ഹെൽഡ് അറ്റ് നാഷണൽ സൂവോളജിക്കൽ പാർക്ക് ഡൽഹി. അപ്പോൾ ഒക്ടോബർ 2 തൊട്ട് 8 വരെയാണ് നാഷണൽ വൈൽഡ് ലൈഫ് വീക്ക് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വൈൻഡിങ് അപ്പ് ഫംഗ്ഷൻ നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ വാലിഡിറ്ററി സെറിമണി ഓഫ് ദ വൈൽഡ് ലൈഫ് വീക്ക് വിച്ച് ഈസ് ബീയിങ് സെലിബ്രേറ്റഡ് അണ്ടർ ദ തീം സംരക്ഷൺ കാ സങ്കൽപ്പ് ഏക് ജൻ ഭാഗീദാരി, എ കൺസർവേഷൻ കളക്റ്റീവ്. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ തീം കൺസർവേഷൻ കളക്റ്റീവാണ്. സംരക്ഷൺ കാ സങ്കൽപ്പ് ഏക് ജൻ ഭാഗീദാരി എന്നാണ് അതിൻ്റെ തീം. അപ്പോൾ അത് വാലിഡിറ്ററി ഫംഗ്ഷൻ ഓഫ് 67th വൈൽഡ് ലൈഫ് വീക്ക് നാഷണൽ സൂവോളജിക്കൽ പാർക്ക് ഡൽഹിയിൽ വെച്ച് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ടാറ്റ സൺസ് SPV ടാലേസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിൻസ് ബിഡ് ഫോർ എയർ ഇന്ത്യ. ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് empowered Air India specific alternative mechanism approved the highest price bid of Masses Thales Private Limited, a wholly owned subsidiary of Masses Tata Sons Private Limited, for sale of 100% equity shareholding of Government of India in Air India, along with equity shareholding of Air India in AIXL and AISATS. അപ്പോൾ ടാറ്റ സൺസ് SPV ടാലേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ൻ്റെ ഷെയർ വാങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ടാലേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹോളി ഓൺ സബ്സിഡറി ഓഫ് ടാറ്റ സൺസ് ലിമിറ്റഡ് ആണ്. ടാറ്റ സൺസിൻ്റെ ഒരു ഹോളി ഓൺഡ് സബ്സിഡറി ആയ ടാലേസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ 100% ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ എയർ ഇന്ത്യ അലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ് ഓഫ് എയർ ഇന്ത്യ ഇൻ AIXL ആൻഡ് AISATS. അപ്പോൾ അതിൻ്റെ ബിഡ് കിട്ടി, വിൻസ് ബിഡ് ഫോർ എയർ ഇന്ത്യ. അപ്പോൾ എയർ ഇന്ത്യയുടെ ഷെയർ വാങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ലോഞ്ച് ഓഫ് iSprint 21 IFSCA's ഗ്ലോബൽ ഫിൻടെക് ഹാക്കത്തോൺ സീരീസ്, Sprint 01 ബാങ്ക് ടെക്.
അപ്പോൾ ലോഞ്ച് ഓഫ് ഐസ്പ്രിൻറ്റ് 21. അപ്പോൾ ഐസ്പ്രിൻറ്റ് 21 IFCA's ഗ്ലോബൽ ഫിൻടെക് ഹാക്കത്തോൺ സീരീസ് സ്പ്രിൻറ്റ് 01 ബാങ്ക് ടെക് അത് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റേഴ്സ് അതോറിറ്റി, അതാണ് IFCA's ഫുൾ ഫോം. ആൻഡ് ഗിഫ്റ്റ് സിറ്റി ലോഞ്ച് ഐസ്പ്രിൻറ്റ് 21 ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദ ഗ്ലോബൽ ഫിൻടെക് ഹാക്കത്തോൺ സീരീസ് ഓഫ് ISCA. The first sprint of the series, Sprint 01 Bank Tech, is focused on fintechs for banking sector. Banking sectorൻ്റെ ഫിൻടെക്സിനാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. The partners of the hackathon are ICICI Bank, HSBC Bank, iCreate, Zone Startups and Invest India. ഇതൊക്കെയാണ് അതിൻ്റെ പാർട്ട്നേഴ്സ്. Bank Tech is hosted jointly by IFSCA and Gift City in collaboration with Niti Aayog. അപ്പോൾ ബാങ്ക് ടെക് എന്ന് പറയുന്നത് IFSCAയും അതേപോലെ ഗിഫ്റ്റ് സിറ്റിയും ഇൻ കൊളാബറേഷൻ വിത്ത് നീതി ആയോഗ് ആയിട്ടുള്ള കൊളാബറേഷനിലാണ് അത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, യൂണിയൻ മിനിസ്റ്റർ ഫോർ ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ലോഞ്ചസ് എ നേഷൻ വൈഡ് റിവർ റാഞ്ചിങ് പ്രോഗ്രാം ഇൻ ഉത്തർപ്രദേശ്. അപ്പോൾ റിവർ റാഞ്ചിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നാഷൻ വൈഡ് റിവർ റാഞ്ചിങ് പ്രോഗ്രാം ഉത്തർപ്രദേശിലാണത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഉത്തർപ്രദേശ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആയതുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ലക്നൗ. ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ആണ്. ഉത്തർപ്രദേശിൻ്റെ ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ്. പിന്നെ ദുധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിലാണുള്ളത്. പിന്നെ ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉത്തർപ്രദേശിലാണുള്ളത്. ഷാഹിദ് ചന്ദ്രശേഖർ ആസാദ് ബേർഡ് സാങ്ച്വറി ഉത്തർപ്രദേശിലാണുള്ളത്. ഓക്ല ബേർഡ് സാങ്ച്വറി ഉത്തർപ്രദേശിലാണുള്ളത്. അമൻഗർ ടൈഗർ റിസർവ് ഉത്തർപ്രദേശിലാണുള്ളത്. പിന്നെ പിലിഭിത്ത് ടൈഗർ റിസർവും ഉത്തർപ്രദേശിലാണുള്ളത്. പിന്നെ ഡാൻസ് ഫോം, ഉത്തർപ്രദേശിൻ്റെ ഡാൻസ് ഫോമാണ് കഥക്ക്. പിന്നെ നരോറ അറ്റോമിക് പവർ പ്ലാന്റ് ഉത്തർപ്രദേശിലാണുള്ളത്. സിംഗ്രൗളി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷനും ഉത്തർപ്രദേശിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ഡോക്ടർ മൻസുഖ് മണ്ഡാവിയ ഡിസ്ട്രിബ്യൂട്ട്സ് ഗ്രീൻ റിബൺസ് ടു സ്പ്രെഡ് അവയർനെസ് ഓൺ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഡോക്ടർ മൻസുഖ് മണ്ഡാവിയ ഗ്രീൻ റിബൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മെൻ്റൽ ഹെൽത്തിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ റിബൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഡോക്ടർ മൻസുഖ് മണ്ഡാവിയ distributes green ribbons to spread awareness on mental health. The event was organized by the Union Ministry of Health and Family Welfare in partnership with the Hansraj College, Delhi, to raise awareness on mental health as part of the activities being taken up during ongoing Mental Health Awareness Week 5th to 10th October. അപ്പോൾ 10th October ആണ് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് October 10th, അതായത് ഇന്ന്. നെക്സ്റ്റ് ന്യൂസ്, NMCG ആൻഡ് വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് MOU ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ഫേക്കൽ സ്ലഡ്ജ് ആൻഡ് സെപ്റ്റേജ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫേക്കൽ സ്ലഡ്ജ് ആൻഡ് സെപ്റ്റേജ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ കപ്പാസിറ്റി ബിൽഡിംഗ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോപ്പർ ഡിസ്പോസൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് NMCGയും വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടും MOU സൈൻ ചെയ്തിരിക്കുകയാണ്. നാഷണൽ മിഷൻ ഫോർ ക്ലീനിങ് ഗംഗ. NMCG എന്ന് വെച്ചാൽ നാഷണൽ മിഷൻ ഓഫ് ക്ലീൻ ഗംഗ has signed MOU with the Water, Sanitation and Hygiene Institute to conduct a series of training to enhance the quality of a service of officials in urban local bodies. This MOU is also to efficiently address FSSM issues in towns and cities of Ganga Basin. The project will be funded by USAID and supported by the Bill and Melinda Gates Foundation. അപ്പോൾ NMCGയും വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് MOU സൈൻ ചെയ്തിട്ടുള്ളത് ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ഫേക്കൽ സ്ലഡ്ജ് ആൻഡ് സെപ്റ്റേജ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ന്യൂസ്, ശ്രീമതി ദർശന ജാർദോഷ് dedicates a new version of Mile Sur Mera Tumhara song to the nation. അപ്പോൾ ശ്രീമതി ദർശന ജർദോഷ് ന്യൂ വെർഷൻ ഓഫ് മിലെ സുർ മേര തുമാര സോങ് നേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റെയിൽവേസ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഡെഡിക്കേറ്റഡ് എ ന്യൂ വെർഷൻ ഓഫ് മിലെ സുർ മേര തുമാര സോങ് ടു ദ നേഷൻ ത്രൂ വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് നേഷന് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ദിസ് സോങ് ഈസ് പാർട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ബീയിങ് അണ്ടർടേക്കൺ ബൈ
The Ministry of Railways to celebrate a 75th anniversary of India's independence, Azadi Ka Amrit Mahotsav. അപ്പോൾ 75th ആനിവേഴ്സറി ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആസാദി കാ അമൃത് മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദർശന ജർദോഷ്. നെക്സ്റ്റ് ന്യൂസ്, ഷിപ്പിംഗ് മിനിസ്റ്റർ ശ്രീ സർബാനന്ദ സോനോവാൾ ലോഞ്ചസ് മൈ പോർട്ട് ആപ്പ്. അപ്പോൾ ഷിപ്പിംഗ് മിനിസ്റ്ററായ സർബാനന്ദ സോനോവാൾ മൈ പോർട്ട് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഡിജിറ്റൽ മോണിറ്ററിങ് ഓഫ് പോർട്ട് ഓപ്പറേഷൻസ്. പോർട്ട് ഓപ്പറേഷൻസിൻ്റെ ഡിജിറ്റലായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈ പോർട്ട് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഷിപ്പിംഗ് മിനിസ്റ്ററായ ശ്രീ സർബാനന്ദ സോനോവാൾ. Union Minister for Ports, Shipping and Waterways Sri Sarbananda Sonowal launched a port mobile application called MyPort app in Kolkata. കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് അത് ലോഞ്ച് ചെയ്തത്. The app includes all port details digitally and monitors operation virtually. അപ്പോൾ വിർച്വലായിട്ട് ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആപ്പ് വഴി. അപ്പോൾ ഓൾ പോർട്ട്, ആ പോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ ആപ്പിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് അത് മോണിറ്റർ ചെയ്യാനും പറ്റും. അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ ഡിജിറ്റലായിട്ട് മോണിറ്റർ ചെയ്യാനും പറ്റുന്നതാണ്. നെക്സ്റ്റ് ന്യൂസ്, സമർത്ത് ട്രെയിനിങ് അറ്റ് 75 ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഇനോഗ്രേറ്റഡ് അക്രോസ് ദ കൺട്രി. അപ്പോൾ സമർത്ത് ട്രെയിനിങ് അറ്റ് 75 ട്രെയിനിങ് സെൻറ്റേഴ്സ്, 75 ട്രെയിനിങ് സെൻറ്റേഴ്സിൽ സമർത്ത് ട്രെയിനിങ് ഇൻ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. To coincide with the occasion of Mahatma Gandhi Jayanti on 2nd October 2021, the Office of DCH inaugurated Samarth training at 75 training centers in different craft throughout the country. അപ്പോൾ സമർത്ത് ട്രെയിനിങ് അറ്റ് 75 ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ. നെക്സ്റ്റ് ന്യൂസ്, 5th എഡിഷൻ ഓഫ് ജപ്പാൻ ഇന്ത്യ ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് ജിമ്മെക്സ് നടന്നിരിക്കുകയാണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ. അറേബ്യൻ സീൽ വെച്ചിട്ടാണ് അത് നടന്നത്. 5th എഡിഷനാണ്. ജപ്പാൻ ഇന്ത്യ ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസിൻ്റെ പേര് ജിമ്മെക്സ് ആണ്. അതിൻ്റെ 5th എഡിഷൻ നടന്നു അറേബ്യൻ സീൽ വെച്ചിട്ട്. ദ എക്സസൈസ് സോ ദ ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ്സ് ഓഫ് ജപ്പാൻ മെറിടൈം സെൽഫ് ഡിഫെൻസ് ഫോഴ്സ് ആൻഡ് ഇന്ത്യൻ നേവി എൻഗേജിങ് ഇൻ എ ഹൈ ടെമ്പോ ഓഫ് ഓപ്പറേഷൻസ് ഫോക്കസ്ഡ് ഓൺ എയർ, സർഫസ് ആൻഡ് സബ് സർഫസ് ഡയമെൻഷൻസ് ഓഫ് മാരിടൈം ഓപ്പറേഷൻസ് ആസ് വെൽ ആസ് എയർ ഡൊമെയിൻ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 5th എഡിഷൻ ഓഫ് ജപ്പാൻ ഇന്ത്യ ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് ജിമ്മെക്സ് നടന്നു അറേബ്യൻ സീൽ വെച്ചിട്ട് അത് കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ ഫ്ലാഗ്സ് ഓഫ് ദ ഡൂൺ ഡ്രോൺ മേള ഇൻ ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ വെച്ചിട്ട് ഡൂൺ ഡ്രോൺ മേള ഫ്ലാഗ് ഓഫ് ചെയ്തു ജ്യോതിരാദിത്യ എം സിന്ധ്യ. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ജ്യോതിരാദിത്യ സിന്ധ്യ. അപ്പോൾ അദ്ദേഹം ഒരു ഡൂൺ ഡ്രോൺ മേള ഡെഹ്റാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂണിൽ വെച്ചിട്ട് ഇനോഗ്രേറ്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ഉത്തരാഖണ്ഡിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ജിക്കെ നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെഹ്റാഡൂൺ ആണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഡൂൺ ഡ്രോൺ മേള. പിന്നെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ. ഗവർണർ ഓഫ് ഉത്തരാഖണ്ഡ് ഗുർമീത് സിംഗ് ആണ്. പിന്നെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ഗംഗോത്രി നാഷണൽ പാർക്ക്, ഗോവിന്ദ് നാഷണൽ പാർക്ക്, നന്ദാദേവി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, ഇതൊക്കെ ഉത്തരാഖണ്ഡിലാണുള്ളത്. പിന്നെ ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അസ്കോട്ട് മസ്ക് ഡിയർ സാങ്ച്വറി, മലൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി എല്ലാം ഉത്തരാഖണ്ഡിലാണുള്ളത്. പിന്നെ തെഹ്രി ഡാം, ഭഗീരഥി റിവറിലത്തെ തെഹ്രി ഡാം ഉത്തരാഖണ്ഡിലാണുള്ളത്. ഭീംതൽ ലേക്കും ഉത്തരാഖണ്ഡിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ആൻഡ് ക്രൊയേഷ്യ ടു കൊളാബറേറ്റ് ഫോർ അക്കാഡമിക് റിസർച്ച് ആൻഡ് കോമ്പറ്റൻസി ബിൽഡിംഗ് ഇൻ ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റംസ്. അപ്പോൾ ഇന്ത്യയും ക്രൊയേഷ്യയും കൊളാബറേറ്റ് ചെയ്യാൻ പോവുകയാണ് അക്കാഡമിക് റിസർച്ച് ആൻഡ് കോമ്പറ്റൻസി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻ ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റത്തിലുള്ള കോമ്പറ്റൻസി ബിൽഡിംഗ്, റിസർച്ച് ആൻഡ് കോമ്പറ്റൻസി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ പേവിംഗ് ദ വേ ഫോർ അക്കാഡമിക് കൊളാബറേഷൻ ഇൻ ഇന്ത്യാസ് ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റംസ് എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ആയുർവേദ ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. ദ മിനിസ്ട്രി ഓഫ് ആയുഷ് എൻറ്റേർഡ് ഇൻ ടു എൻ എഗ്രിമെൻറ്റ് വിത്ത് ക്രൊയേഷ്യ. അപ്പോൾ മിനിസ്ട്രി ഓഫ് ആയുഷാണ് എഗ്രിമെൻറ്റ്, ക്രൊയേഷ്യ ഗവൺമെൻറ്റായിട്ടൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുള്ളത് കോമ്പറ്റൻസി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റത്തിലെ അക്കാഡമിക് റിസർച്ചിനും അതേപോലെ കോമ്പറ്റൻസി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്
ആണ് ഈ ഒരു കൊളാബറേഷൻ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും ക്രൊയേഷ്യയും തമ്മിൽ നടക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ക്ലാസ് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം.